ഹായ് ഓൾ, വെൽക്കം ടു എജുസ് അക്കാഡമി. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് നഴ്സ് എക്സാമിന് ഏകദേശം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ, ഒരു 4-5 ദിവസം മാത്രമേ നമ്മുടെ എക്സാമിന് വേണ്ടിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് ലാബ് പ്രിപ്പറേഷനിലാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ അതിന് ഉതകുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ജസ്റ്റ് ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ നഴ്സിംഗ് റിലേറ്റഡ് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോബിയയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം നമ്മൾ പ്രധാനപ്പെട്ട ഫോബിയാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ ഒരു 1-2 പ്രാവശ്യം ഈ വീഡിയോ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് എക്സാമിന് എഴുതാനായിട്ട് കഴിയും. കാരണം നമ്മുടെ സാധാരണ നമ്മൾ കാണുന്ന ഫോബിയസ് ആയിരിക്കില്ല മിക്കവാറും ചോദിക്കുക. ചിലപ്പോൾ നമ്മളിന്ന് കേട്ടിട്ടില്ലാത്ത വേർഡ്സ് ആ രീതിയിലായിരിക്കും ചോദിക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഡിസ്കഷനിലേക്ക് പോകാം. സോ നമുക്ക് പലതരത്തിലുള്ള ഫോബിയാസ് ഉണ്ടല്ലോ. നമുക്കും പലതരത്തിലുള്ള പല ആൾക്കാർക്കും പലതരത്തിലുള്ള പേടി ഉണ്ടാവില്ലേ. സോ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അനിമൽ ടൈപ്പ് ഫോബിയാസ് ആണ് കേട്ടോ. അനിമൽ ടൈപ്പ് ഫോബിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ സൂഫോബിയ നമുക്കറിയാലോ. സൂഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ആനിമൽസ് അല്ലെ, മൃഗങ്ങളെ പേടി ഉള്ള അവസ്ഥയാണ് നമ്മൾ സൂഫോബിയ എന്ന് പറയുക. നെക്സ്റ്റ് അരക്നോഫോബിയ. അരക്നോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിയർ ഓഫ് സ്പൈഡേഴ്സ് അല്ലെ. അരക്നോഫോബിയ എന്ന് പറഞ്ഞാൽ സ്പൈഡേഴ്സിനെ പേടിക്കുന്നതിനെയാണ് നമ്മൾ അരക്നോഫോബിയ എന്ന് പറയുക. നെക്സ്റ്റ് വരുന്നത് ഒഫീഡിയോഫോബിയ അല്ലെ. ഒഫീഡിയോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിയർ ഓഫ് സ്നേക്സ്, പാമ്പുകളെ പേടിയുള്ള അവസ്ഥയാണ് നമ്മൾ ഒഫീഡിയോഫോബിയ എന്ന് പറയുക. നെക്സ്റ്റ് എൻഡമോഫോബിയ, അതായത് ഫിയർ ഓഫ് ഇൻസെക്ട്സ് കേട്ടോ. ഇൻസെക്ട്സിനെ പേടിയുള്ള അവസ്ഥയാണ് നമ്മൾ എൻഡമോഫോബിയ എന്ന് പറയുക. നെക്സ്റ്റ് സൈനോഫോബിയ. എന്താണ് സൈനോഫോബിയ എന്ന് പറഞ്ഞാൽ? അതായത് ഡോഗ്സിനെ അല്ലെ, നായകളെ പേടിക്കുന്ന അവസ്ഥയാണ് നമ്മൾ സൈനോഫോബിയ എന്ന് പറയുക. നെക്സ്റ്റ് ഓർണിത്തോഫോബിയ. ഓർണിത്തോഫോബിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, ഓർണിത്തോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ബേർഡ്സ് അല്ലെ. അപ്പൊ ഫിയർ ഓഫ് ബേർഡ്സിനാണ് നമ്മൾ ഓർണിത്തോഫോബിയ എന്ന് പറയുക. നെക്സ്റ്റ് മൂസോഫോബിയ. മൂസോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിയർ ഓഫ് മൈസ് അല്ലെങ്കിൽ റാറ്റ്സ് കേട്ടോ. ഫിയർ ഓഫ് റാറ്റ്സ് അല്ലെങ്കിൽ മൈസിനാണ് നമ്മൾ മൂസോഫോബിയ എന്ന് പറയുക. സോ ഇതാണ് നമുക്ക് അനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫോബിയാസ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നെക്സ്റ്റ് നാച്ചുറൽ എൻവയോൺമെന്റ് ടൈപ്പ്. നമ്മുടെ എൻവയോൺമെന്റ് ടൈപ്പ് ഫോബിയാസ് ആണ്. അതിൽ ചില ആൾക്കാർക്ക് ഉണ്ടാവില്ലേ, ഉയരത്തിലൊക്കെ കയറാനൊക്കെ പേടിയല്ലേ. സോ അതിനാണ് നമ്മൾ എന്ത് പറയുക? അക്രോഫോബിയ എന്ന് പറയുക. അക്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഹൈറ്റ്സിനാണ് നമ്മൾ അക്രോഫോബിയ എന്ന് പറയുക. ഹൈഡ്രോ നമുക്കറിയാല്ലേ, വാട്ടർ. അപ്പം ഫിയർ ഓഫ് വാട്ടറിനെയാണ് നമ്മൾ ഹൈഡ്രോഫോബിയ എന്ന് പറയുക. നെക്സ്റ്റ് എന്താ? ആസ്ട്രോഫോബിയ. ആസ്ട്രോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു നമ്മുടെ ആസ്ട്രോണമി അല്ലെ, അല്ലെങ്കിൽ ആസ്ട്രോളജി അല്ലെ. ആസ്ട്രോണമി എന്നൊക്കെ പറഞ്ഞാൽ തണ്ടർ ലൈറ്റിംഗ് അല്ലെ, അതായത് ഇടിവെട്ട്, പിന്നെ അതുപോലെ തന്നെ മിന്നൽ അല്ലെ, ഇതിനെയൊക്കെ പേടിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ആസ്ട്രോഫോബിയ എന്ന് പറയുക. നെക്സ്റ്റ് നിക്ടാഫോബിയ. നിക്ടോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഡാർക്ക് കേട്ടോ. ഇരുട്ടിനെ പേടിയുള്ള അല്ലെ, ഒരുപാട് പേർക്ക് ഉണ്ടാവും എനിക്കറിയാം. ഇരുട്ടിനെ പേടിയുള്ള അവസ്ഥയാണ് നമ്മൾ നിക്ടോഫോബിയ കേട്ടോ. നിക്ടോഫോബിയ എന്ന് പറയുക. നെക്സ്റ്റ് ബ്ലഡ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഇഞ്ചുറി ടൈപ്പ് ആണ്. അതിൽ ഒന്നാമത് വരുന്നത് ഹീമോഫോബിയ. ഹീമോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാല്ലേ, സംതിങ് റിലേറ്റഡ് ടു ബ്ലഡ്. അപ്പം ബ്ലഡിനെ പേടിയുള്ള അവസ്ഥയാണ് നമ്മൾ ഹീമോഫോബിയ എന്ന് പറയുക. നെക്സ്റ്റ് ട്രിപ്പനോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഞ്ചക്ഷൻ, ഫിയർ ഓഫ് ഇഞ്ചക്ഷൻസിനാണ് നമ്മൾ ട്രിപ്പനോഫോബിയ എന്ന് പറയുക. നെക്സ്റ്റ് ട്രൊമാറ്റോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഇഞ്ചുറി കേട്ടോ. വേദനകളെ പേടിയുള്ള അവസ്ഥയാണ് നമ്മൾ ട്രൊമാറ്റോഫോബിയ എന്ന് പറയുക. നെക്സ്റ്റ് സിറ്റുവേഷണൽ ടൈപ്പ് ആണ്. ചില സിറ്റുവേഷൻസിനെയൊക്കെ നമുക്ക് പേടി ഉണ്ടാവില്ലേ. സോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോബിയാസ് ആണ്. ഒന്ന് ക്ലോസ്ട്രോഫോബിയ. ക്ലോസ്ട്രോഫോബിയ ഇമ്പോർട്ടന്റ് ആണ്, പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ്. ഫിയർ ഓഫ് എൻക്ലോസ്ഡ് സ്പേസസ്, അടഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളെയൊക്കെ നമുക്ക് പേടി ഉണ്ടാവില്ലേ. സോ അതിനാണ് നമ്മൾ ക്ലോസ്ട്രോ മീൻസ് ക്ലോസ്ഡ്, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് എൻക്ലോസ്ഡ് സ്പേസസ് ആണ്. നെക്സ്റ്റ് അഗറോഫോബിയ. അഗറോഫോബിയ എന്ന് പറഞ്ഞാൽ ക്ലോസ്ട്രോയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഫിയർ ഓഫ് ഓപ്പൺ സ്പേസസ് അല്ലെങ്കിൽ ബീയിങ് ഔട്ട്സൈഡ് എലോൺ. നമുക്ക് ചില ആൾക്കാർക്ക് ഉണ്ടാവും അല്ലെ, അതായത് പുറത്ത് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. അപ്പം ഓപ്പൺ സ്പേസസിന് പേടിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പുറത്ത് പോകാൻ ഉള്ള ആൾക്കാർ മീൻസ് പേടിയുള്ള ആൾക്കാർ, അവരാണ് നമ്മൾ അഗറോഫോബിയാസ് എന്ന് പറയുക. നെക്സ്റ്റ് എയ്റോഫോബിയ. എന്താണ് എയ്റോഫോബിയ? ഫിയർ ഓഫ് ഫ്ലൈയിങ് കേട്ടോ. അതായത് പറക്കാൻ പേടിയുള്ള ആൾക്കാരുണ്ടല്ലേ, അവരാണ് നമ്മൾ എയ്റോഫോബിയ എന്ന് പറയുക. എന്താണ് എലിവേറ്റോഫോബിയ എന്ന് പറഞ്ഞാൽ? അതായത് ഫിയർ ഓഫ് എലിവേറ്റേഴ്സ്. ചില ആൾക്കാരൊക്കെ ലിഫ്റ്റിലൊന്നും കയറാതെ മാറി നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവില്ലേ. അവർക്ക് എലിവേറ്റോഫോബിയ ഉള്ളത് കൊണ്ടാണ് അവർ ലിഫ്റ്റിൽ അല്ലെങ്കിൽ എലിവേറ്റേഴ്സിലൊന്നും കയറാത്തത്. നെക്സ്റ്റ് വീഹോഫോബിയ. എന്താണ് വീഹോഫോബിയ എന്ന് പറഞ്ഞാൽ? അതായത് ഫിയർ ഓഫ് ഡ്രൈവിംഗ് കേട്ടോ. അതായത് വാഹനം ഓടിക്കാൻ പേടിയുള്ള ആൾക്കാരെയാണ് നമ്മൾ വീഹോഫോബിക്സ് എന്ന് പറയുക. ഇനി നമ്മൾ നോക്കുന്നത് അതർ സ്പെസിഫിക് ഫോബിയാസ് ആണ്. ലൈക്ക് തെനാറ്റോഫോബിയ. ഒരെണ്ണം തെനാറ്റോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ഡെത്ത്, മരണത്തെ പേടിയുള്ള ആൾക്കാരെയാണ് നമ്മൾ തെനാറ്റോഫോബിക്സ് എന്ന് പറയുക. നെക്സ്റ്റ് നോസോഫോബിയ. നോസോകോമിയലൊക്കെ നമുക്ക് അറിയാല്ലേ, ഡിസീസ് അല്ലെ. നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ അക്യൂട്ട് ഡിസീസ് അല്ലെ. അപ്പൊ ഇവിടെ നോസോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഡിസീസ് കേട്ടോ. രോഗങ്ങളെ പേടിയുള്ള അവസ്ഥയാണ് നമ്മൾ നോസോഫോബിയ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് സീനോഫോബിയ. എന്താണ് സീനോഫോബിയ എന്ന് പറയുക? ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ് അല്ലെങ്കിൽ ഫോറിനേഴ്സിന്റെ പേടിയുള്ള അവസ്ഥയാണ് നമ്മൾ സീനോഫോബിയ എന്ന് പറയുക. നെക്സ്റ്റ് എമറ്റോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് ഒമിറ്റിംഗ് അല്ലെ, ഒമിറ്റിങ്ങിനെ പേടിയുള്ള അവസ്ഥയാണ് നമ്മൾ എമറ്റോഫോബിയ എന്ന് പറയുക. നെക്സ്റ്റ് ട്രിസ്കൈഡെക്കാഫോബിയ. എന്താണ്? കേട്ടിട്ടുണ്ടോ? ട്രിസ്കൈഡെക്കാഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് നമ്പർ 13 ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടെർമിനോളജി ആണ് കേട്ടോ. ട്രിസ്കഡെക്കോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് നമ്പർ 13 ആണ്. ചില ആൾക്കാർക്ക് ഉണ്ടല്ലേ 13 എന്ന് പറയുന്ന അക്കത്തിന് പേടി, അവരാണ് നമ്മൾ ട്രിസ്കഡെക്കാഫോബിയ എന്ന് പറയുക. നെക്സ്റ്റ് ഐലുറോഫോബിയ. ഐലുറോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് കാറ്റ്സ് കേട്ടോ, പൂച്ചകളെ പേടിയുള്ള അവസ്ഥയാണ് നമ്മൾ ഐലുറോഫോബിയ എന്ന് പറയുക കേട്ടോ, ഐലുറോഫോബിയ എന്ന് പറയുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അതർ ടൈപ്പ് ഓഫ് ഫോബിയാസ് ആണ്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് മോണോഫോബിയ, അതായത് ഫിയർ ഓഫ് ബീയിങ് അലോൺ, ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള അവസ്ഥയിൽ എന്താ പേടി തോന്നുന്നതിനാണ് നമ്മൾ മോണോഫോബിയ എന്ന് പറയുക. ബിബ്ലിയോഫോബിയ എന്ന് പറഞ്ഞാലോ ഫിയർ ഓഫ് ബുക്സ് അല്ലേ, അതായത് എല്ലാവർക്കും ഉണ്ടോ? അതായത് ബുക്കിനെ പേടിയുള്ള അവസ്ഥ അല്ലേ, ബുക്കിനെ പേടിക്കണ്ടേ. ഇപ്പോൾ പരീക്ഷയുടെ സമയത്ത് നമ്മൾ ബുക്കിനെ സ്നേഹിക്കുക വേണ്ടത് കേട്ടോ. അപ്പം ബിബ്ലിയോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ബുക്സ് ആണ്. നെക്സ്റ്റ് ഗിംനോഫോബിയ. ഗിംനോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ന്യൂഡിറ്റി ആണ്. നെക്സ്റ്റ് കോറോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ഡാൻസിങ് കേട്ടോ, ഡാൻസ് കളിക്കാൻ പേടിയുള്ള അവസ്ഥയാണ് നമ്മൾ കോറോഫോബിയ എന്ന് പറയുക. നെക്സ്റ്റ് ഗ്ലോസോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. ചില ആൾക്കാർക്ക് എന്താ 4 ആളുടെ മുന്നിൽ സംസാരിക്കാനൊക്കെ പേടിയുണ്ടാവില്ലേ, അതിനാണ് നമ്മൾ ഗ്ലോസോഫോബിയ എന്ന് പറയുക. ഗ്ലോസോ മീൻസ് ടങ് അല്ലേ, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് പിഡിയോഫോബിയ. പിഡിയോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഡോൾസ് അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളെ പേടിയുള്ള അവസ്ഥയാണ് നമ്മൾ പിഡിയോഫോബിയ എന്ന് പറയുക. നമ്മൾ ഈ സൈക്യാട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഫോബിയാസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സാധാരണ ഈ ഫോബിയാസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക പതിവുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ വൈകിയ വേളയിൽ നന്നായിട്ട് പഠിക്കുക. ഇനി ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ഡിസ്കഷൻ വേണം, അതായത് എനിക്കറിയാം വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ, ഡിസ്കഷൻ വേണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക, നമ്മൾ ഉറപ്പായിട്ട് ഇത് പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.